വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 23 പേർ മരിച്ചു എന്നുള്ളതാണ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. ഒരുപക്ഷെ ആ മരണസംഖ്യ വീണ്ടും വർദ്ധിച്ചേക്കുമെന്നുള്ള ആശങ്കയുണ്ട്. കാരണം 160 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ആ ചികിത്സയിലുള്ളവരിൽ നിരവധി പേർ, ഏറ്റവും അധികം പേർ കഴിയുന്നത് ICUവിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. കൃത്യമായി ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് ആരോഗ്യ മന്ത്രാലയം. മറ്റൊന്ന്, ഈ മദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലും വിൽപ്പന നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലും കുടിച്ചവരുടെ കൂട്ടത്തിലും മലയാളികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ, മലയാളികളുടെ ഭാഗത്തു നിന്നുള്ള മരണസംഖ്യയിലും വർധനയുണ്ടാകും. ചികിത്സയിൽ കഴിയുന്നവരിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യക്കാരാണ്. അവരിലും നിരവധി മലയാളികളുണ്ട്. മലയാളികളെ കാര്യമായി ബാധിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇതേക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം അധികൃതർ ഇപ്പോൾ നടത്തുന്നുമുണ്ട്. ഇനി ഈ മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പല ആശുപത്രികളിലാക്കി വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഭ്യന്തര വകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടവും ഇക്കാര്യത്തിലുണ്ട്. അടുത്ത 1-2 ദിവസത്തിന്റെ ഉള്ളിൽ എല്ലാ മൃതദേഹങ്ങളും ഉറ്റവരുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ചാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ പേർ ഈ മദ്യം ഉണ്ടാക്കുന്നതിലും വിൽപ്പനയിലും പങ്കാളികളായിട്ടുണ്ടെന്നുള്ള സംശയത്തിന്റെ പേരിൽ അന്വേഷണം കൂടുതലായിട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ അറസ്റ്റിനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. എന്തായാലും സമീപകാലത്ത് ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും അധികം മരിച്ച ഒരു ദുരന്തമുണ്ടായത് തീപിടുത്തമായിരുന്നു. അതിനുശേഷം കുവൈറ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇത്. ഇത്തരത്തിലുള്ള ഒരു മദ്യ ദുരന്തം ഗൾഫ് മേഖലയിൽ തന്നെ അത്യപൂർവവുമാണ്.